അധ്യാപകന്റെ കൈവെട്ട് കേസിൽ പ്രതി സവാദ് എന്നെ കസ്റ്റഡിയിൽ ഈ മാസം 27 വരെ എന്നെ കസ്റ്റഡിയിലാണ്. ഒന്നാം പ്രതി സവാദിനെ 10 ദിവസത്തേക്കാണ് എന്നെ കസ്റ്റഡിയിൽ വിട്ടത്. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചിരികാട്. ജിജീഷ്, ഒന്നാം പ്രതിയായിട്ടുള്ള സവാദിനെ 10 ദിവസത്തേക്കാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി. സുരേഷ്, നേരത്തെ തന്നെ എന്നെ വ്യക്തമാക്കിയിരുന്നു സവാദിനെ വിശദമായി ചോദ്യം ചെയ്യണം. കാരണം 13.5 വർഷമായി ഇയാൾ ഒളിവിലായിരുന്നു. കൃത്യത്തിന് ശേഷം 2010 ജൂലൈ 4-ന് അധ്യാപകൻ പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയതിനു ശേഷം കൃത്യത്തിന് ഉപയോഗിച്ച മഴുവുമായിട്ടായിരുന്നു ഒന്നാം പ്രതിയും ഈ ഒരു കൃത്യം നടത്തിയ ആളുമായ സവാദ് ഒളിവിലേക്ക് പോയിരുന്നത്. അന്നു മുതൽ ഇയാൾക്കായി വ്യാപകമായ തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ കണ്ണൂരിൽ നിന്ന് പിടിയിലാവുന്നത്. കണ്ണൂരിലെ മട്ടന്നൂർ ബേരത്ത് നിന്ന് പിടിയിലാവുകയും ചെയ്തത്. ഇനി പ്രധാനമായും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ട വിവരങ്ങൾ എന്ന് പറയുന്നത് എവിടെയെല്ലാമാണ് ഇയാൾ സവാദ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്, ആരെല്ലാമാണ് സവാദിന് ഒളിവിൽ കഴിയാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകിയിരുന്നത്, PFI മതഭീകരവാദ സംഘടനകളിൽ നിന്ന് സവാദിന് ലഭിച്ചിട്ടുള്ള സഹായങ്ങൾ എന്തെല്ലാമാണ്, ഈ ആയുധം എവിടെയാണ് ഒളിപ്പിച്ചത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമാണ് കൃത്യത്തിന് ഉപയോഗിച്ച ആയുധം. അത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഒളിവിൽ പോയ സവാദ് ഈ മഴുവുമായി കൈപ്പത്തി വെട്ടിമാറ്റാൻ ഉപയോഗിച്ച മഴുവുമായിട്ടാണ് രക്ഷപ്പെട്ടത്. അത് ഇയാൾ എവിടേക്കാണ് ഒളിപ്പിച്ചത്, എവിടെയാണ് ഉപേക്ഷിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. അത്തരം വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ NIA കടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇയാളെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. ഇന്നലെ തിരിച്ചറിയൽ പരേഡ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യ സാക്ഷികളായിട്ടുള്ള ഇരകൂടിയായിട്ടുള്ള പ്രൊഫസർ ടി.ജെ. ജോസഫ്, മറ്റു സാക്ഷികളായിട്ടുള്ള ടി.ജെ. ജോസഫിന്റെ മകൻ മിഥുൻ ടി. ജോസഫ്, ഒപ്പം സഹോദരി സ്റ്റെല്ല എന്നിവരുടെ ഒരു തിരിച്ചറിയൽ പരേഡായിരുന്നു അന്വേഷണ സംഘം നടത്തിയിരുന്നത്. ഈ നിരവധി ആളുകളെ നിർത്തിയുള്ള തിരിച്ചറിയൽ പരേഡിൽ കൃത്യമായി തന്നെ ഇവർക്കെല്ലാം തന്നെ ഈ മുഖ്യ സാക്ഷികൾക്ക് എല്ലാവർക്കും തന്നെ സവാദിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അധ്യാപകൻ ഇതിനുശേഷം തിരിച്ചറിയൽ പരേഡിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് തനിക്ക് സവാദിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് തിരിച്ചറിയൽ പരേഡിന് മുമ്പും അധ്യാപകൻ പറഞ്ഞിരുന്നു തന്നെ ക്രൂരമായ ആക്രമിച്ച ആൾ തന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ സവാദിന്റെ രൂപം ഏത് ഘട്ടത്തിലും തനിക്ക് മനസ്സിലാകുമെന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സവാദിനെ അധ്യാപകൻ തിരിച്ചറിഞ്ഞു എന്നത് ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം കണ്ടെടുക്കണം. ഇത്തരം കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 10 ദിവസത്തെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. എവിടെയെല്ലാം താമസിച്ചിട്ടുണ്ട്, കേരളത്തിന് അകത്തും സംസ്ഥാനത്തിന് പുറത്തുമായി എവിടെയെല്ലാമാണ് കഴിഞ്ഞത്, വിദേശങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, വിദേശ രാജ്യങ്ങളിൽ എത്ര കാലം എവിടെയെല്ലാം തങ്ങി എന്ന കാര്യങ്ങളും ചോദ്യം ചെയ്യലിൽ ലഭ്യമാകും. അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് NIA അജീഷിയോട് പറഞ്ഞതുപോലെ തന്നെ ഈ പാകിസ്ഥാനിലടക്കം സവാദ് താമസിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സംശയങ്ങൾ തന്നെയാണ് ബലപ്പെടുന്നത്. അപ്പം ഈ കാസർഗോഡും കണ്ണൂരും ഈ മുഖ്യപ്രതി താമസിക്കുമ്പോൾ ഈ SDPയുടെ സഹായങ്ങൾ, പ്രധാന നേതാക്കളുടെയും പ്രവർത്തകരുടെയും സഹായങ്ങൾ ഈ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് പിന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഈ 10 ദിവസത്തെ കസ്റ്റഡിയിൽ സവാദിനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്ക്, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ചോദ്യങ്ങളും അന്വേഷണങ്ങളും എത്താൻ തന്നെയാണ് സാധ്യത, അല്ലേ? KP, തീർച്ചയായും ഇനി ഒരു വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ ഒളിവിൽ കഴിഞ്ഞതായ ചില സൂചനകൾ ആദ്യഘട്ടങ്ങളിലുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ ഒളിവിൽ കഴിഞ്ഞതായ വിവരങ്ങൾ പുറത്തു വന്നു. അഫ്ഗാനിസ്ഥാനിൽ മതഭീകരവാദ സംഘടനകളുടെ ഈ കേന്ദ്രമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ മതഭീകരവാദ ഗ്രൂപ്പുകളുടെ ഭാഗമായി ഇയാൾ കഴിഞ്ഞതായുള്ള വിവരങ്ങൾ ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഏതെല്ലാം വിദേശ രാജ്യങ്ങളിലാണ് കഴിഞ്ഞത്, എവിടെ നിന്നെല്ലാമാണ് സഹായങ്ങൾ ലഭിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. കൃത്യത്തിന് ശേഷം നേരെ രക്ഷപ്പെട്ടു പോയത് ബംഗളൂരിലേക്കായിരുന്നു. ബംഗളൂരിൽ നിന്നാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് ഒളിയിടങ്ങൾ ഇയാൾ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നത്. പുറത്തു നിന്നുള്ളവരുടെ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്, സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഒളിവിൽ കഴിയുന്നതിന് വേണ്ടി, ഒളിവിൽ കഴിഞ്ഞതെല്ലാം തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മതഭീകരവാദികളുടെ ശക്തി കേന്ദ്രത്തിലാണ്. ഒപ്പം തന്നെ CPM-ന് കൂടി ശക്തി ഉള്ള സ്ഥലങ്ങളിലാണ് ഇയാൾ കാലങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്നത്. കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ കാസർഗോഡ് നിന്ന് വിവാഹിതനായ അയാൾ ഈ 13.5 വർഷവും പല ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു. അതിനുശേഷം വിവാഹിതനായ ശേഷം കുടുംബസമേതം മക്കളും ഭാര്യയും അടക്കമാണ് ഇവിടെ ബേരത്ത് താമസിച്ചിരുന്നത്. അവിടെ ഒളിവിൽ കഴിയുകയും ചെയ്തിരുന്നത്. ഈ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഇയാളെ കണ്ടെത്താൻ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങളോ അല്ലെങ്കിൽ അത്തരം സൂചനകൾ നൽകാൻ പോലും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കഴിയുകയും ചെയ്തിരുന്നില്ല. ഊർജിതമായ അന്വേഷണം ഈ പ്രതിക്കായി നടത്തുകയും ലുക്കൌട്ട് നോട്ടീസുകൾ പുറപ്പെടുവിക്കുകയും
ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ വരെ പാരിതോഷികം പ്രഖ്യാപിക്കുകയും എല്ലാം NIA ചെയ്തിരുന്നു. എങ്കിൽ പോലും ഏതെങ്കിലും ഒരു സൂചന പോലും സവാദിനെ കുറിച്ച് ലഭിച്ചിരുന്നില്ല. മറ്റ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടപ്പോഴും ആദ്യ വിചാരണ ഘട്ടത്തിൽ 13 പേരെയായിരുന്നു ശിക്ഷിച്ചത്. രണ്ടാമത്തെ വിചാരണ ഘട്ടത്തിൽ 6 പേരെയും ശിക്ഷിച്ചു. ഈ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ സവാദ് വിചാരണ ചെയ്യപ്പെട്ടിരുന്നില്ല. സവാദിനെ കണ്ടെത്തുക എന്നത് വലിയ ഒരു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനവും ആണ് എന്നതുകൊണ്ട് തന്നെ ഊർജിതമായ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് സവാദ് വലയിലാകുന്നത്. ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ താൻ തമിഴ്നാട്ടിലേക്ക് കടന്നതായ ഒരു വിവരം ഇയാൾ നൽകുകയും ചെയ്തിരുന്നു, സവാദ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ആരെല്ലാമാണ് സഹായിച്ചത്, ഇത്തരം ഒളിയിടങ്ങളിൽ മാറി മാറി താമസിക്കാൻ ഏതെല്ലാം കേന്ദ്രങ്ങളിൽ നിന്നുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട്, ഈ ജോലി ലഭിക്കുന്നതിന് മുമ്പ് മരപ്പണി അടക്കമുള്ള വിവിധ ജോലികൾ ചെയ്തുകൊണ്ടാണ് പല സ്ഥലത്തും ഇയാൾ താമസിച്ചിരുന്നത്. എന്നാൽ അതിന് മുമ്പ് ഇയാൾക്ക് കൃത്യമായ സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് PFIയെ നിരോധിക്കുന്നതിന് മുമ്പ് കൃത്യമായ സാമ്പത്തിക സഹായങ്ങൾ ഈ സവാദിന് ലഭിച്ചതായി തന്നെയാണ് NIA മനസ്സിലാക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ ഈ ചോദ്യം ചെയ്യലിൽ ലഭ്യമാകും. മാത്രമല്ല ആയുധങ്ങൾ കണ്ടെടുക്കാൻ കഴിയുകയാണെങ്കിൽ, എവിടെയാണ് ഒളിപ്പിച്ചതെന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലിൽ ലഭിക്കുകയാണെങ്കിൽ അതും അന്വേഷണത്തിൽ പ്രധാനമായി മാറും.